കോൺഗ്രസ് നേതൃത്വത്തോട് പരാതിപ്പെട്ടിട്ടും പരിഹാരമായില്ലെന്ന് എൻ.എം. വിജയന്റെ മകൾ പ്രിയങ്ക. അതെ, ഇവർ റെസ്പോണ്ടും ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങൾ 2 പ്രാവശ്യമായിട്ട് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു അവസരം ചോദിക്കുന്നു. ഇന്നലെയും PAനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത മീറ്റിംഗ് ആണ്, കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ റോട്ടിൽ വന്ന് നിന്നിട്ട് ഒരു നിവേദനം എന്തായാലും കൊടുക്കണം. കാരണം ഇന്നേക്ക് മരിച്ചിട്ട് ഇത്രയും ദിവസമായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ചെയ്തു തരാം എന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ചെയ്തു തരില്ല എന്ന് അവർ പറയുന്നില്ല. ചെയ്തു തരുമെങ്കിൽ ഇന്നെങ്കിലും ഒരു കറക്റ്റ് ഡേറ്റ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നേ പറ്റുള്ളൂ. ജോഷ്ലയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. ജോഷ്ല, അതായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം സമിതി രൂപീകരിച്ച് അവരുടെ വീട്ടിലെത്തുന്നു, അതിനുശേഷം ഈ മക്കളുമായി സംസാരിക്കുന്നു, അവർക്ക് വേണ്ട പരിഹാരം കാണും, അത്തരത്തിലുള്ള നിലപാടുകളൊക്കെ പലവട്ടം സ്വീകരിക്കുകയും പലവട്ടം ആശ്വാസവാക്കുകളൊക്കെ നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴിതാ ഈ മകൾ തന്നെ പറയുന്നു തങ്ങൾക്ക് വേറെ വഴിയില്ല, ഇനിയിപ്പോൾ പ്രിയങ്കയെ വീണ്ടും കാണുക എന്നത് മാത്രമാണ്. അപ്പോഴും പ്രിയങ്ക ഒഴിഞ്ഞു മാറുന്നൊരു സാഹചര്യമാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായും ആതിര, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ എൻ.എം. വിജയന്റെ കുടുംബം തെരുവിലാണ് എന്ന് വേണം പറയാൻ. പ്രിയങ്കയെ കാത്ത് അവരിവിടെ നിൽക്കുകയാണ്. പ്രിയങ്ക ഇവിടെ ഫോറസ്റ്റ് ഓഫീസിൽ കയറിയിരിക്കുകയാണ്. ഇതുവരെ എല്ലാ നേതാക്കളും അവിടേക്ക് പോയിട്ടുണ്ട്. എന്നാൽ ഇവരുടെ സ്ഥാനം ഇപ്പോഴും തെരുവിലാണ് എന്ന് വേണം പറയാൻ. എൻ.എം. വിജയനെ നമുക്കറിയാം, കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി, വയനാട്ടിലെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കടം ഉണ്ടാക്കി ലോൺ എടുത്തും മറ്റും കോൺഗ്രസ് പാർട്ടിയെ സംരക്ഷിച്ച ആളാണ്. അവസാനം കടബാധ്യതകൾ മുഴുവൻ KPCCയെ അറിയിച്ചു. എന്നാൽ KPCC അത്തരം ഒരു ഗൗരവത്തോടുകൂടി അതിനെ കണ്ടില്ല, ഗൗനിച്ചില്ല എന്ന് വേണം പറയാൻ. അവസാനം മകനെയും കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വന്നു. ആ എൻ.എം. വിജയന്റെ മകനും കുടുംബവും നമുക്കൊപ്പമുണ്ട്. മകന്റെ ഭാര്യ പത്മജ നമുക്കൊപ്പമുണ്ട്. പത്മജ പറയുന്നത് നമുക്ക് കേൾക്കാം. ഇതുവരെ പരിഹാരമായിട്ടില്ല എന്നാണ് പത്മജ അല്പനേരം മുമ്പ് നമ്മളോട് സംസാരിച്ചത്. എന്താണ് അവസ്ഥ ഇപ്പോഴത്തെ? ഇതുവരെ ഒരു പരിഹാരവും ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടില്ല. ഞങ്ങൾ 2 പ്രാവശ്യമായി പ്രിയങ്ക മേഡത്തിനെ കാണണമെന്ന് അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അതിനുപോലും അവരൊരു ഇന്നലെ വൈകിട്ടും വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് കണ്ടേ പറ്റുള്ളൂ, അത്യാവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത മീറ്റിംഗ് ആണ്, കാണാൻ പറ്റില്ല, ഇത് മുന്നേ ഷെഡ്യൂൾ ചെയ്ത മീറ്റിംഗ് ആണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്കൊരു 5 മിനിറ്റ് മതി, അതുപോലും അവർ ചെയ്തു തന്നില്ല എന്ന് മാത്രമല്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞതാണ്, ശരി നിങ്ങൾക്ക് ടൈമില്ലെങ്കിൽ ഞങ്ങൾ റോഡ് സൈഡിൽ വന്നെങ്കിലും ഞങ്ങൾക്ക് മേഡത്തിനെ കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതിനനുസരിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ റോഡ് സൈഡിൽ വന്ന് നിൽക്കുന്നത്. തെരുവിലാക്കി എന്ന് വേണം. അതെ, തീർച്ചയായിട്ടും. അച്ഛൻ ആ പാർട്ടിയെ വിശ്വസിച്ചു, ഞങ്ങളുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചത് എല്ലാം പാർട്ടിക്ക് കൊടുത്തു എന്ന് വേണം പറയാൻ. എന്നിട്ട് പോലും ഇവർ പറയട്ടെ, ഇവർക്ക് ചെയ്തു തരാൻ പറ്റില്ല എങ്കിൽ അവർ ചെയ്തു തരാൻ പറ്റില്ല എന്ന് പറയട്ടെ. ഞങ്ങളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞങ്ങളുടെ അച്ഛനാണ് മരിച്ചത്, ഞങ്ങളുടെ അനിയനാണ് മരിച്ചത്. ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് ഞങ്ങളെല്ലാവരും 10-17 വർഷമായി കൂട്ടുകുടുംബമായിട്ട് ജീവിച്ചൊരു വീടാണ്. ആ വീട്ടിൽ നിന്ന് 2 പേര് പോകും. ഞങ്ങൾക്കത് 125 ദിവസം 160 ഞങ്ങൾക്കൊരു ഡേറ്റേ അല്ല, ഞങ്ങൾക്കത് മറക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ എന്നാണോ ഡിസംബർ 26 എന്ന് പറഞ്ഞ ദിവസം എന്നാണോ അതേ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഞങ്ങൾ ഇന്നും കടന്നു പോകുന്നത്. ഇവർ എന്താണ് ഇങ്ങനെ? ഇവർക്ക് ചെയ്തു തരാൻ പറ്റില്ലെങ്കിൽ ഇവർ ജനങ്ങളോട് പറയട്ടെ ചെയ്തു തരാൻ പറ്റില്ല. ഇത്രയും നേതാക്കന്മാർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് എന്തിനാ അവർ പറയുന്നു ചെയ്തു തരാം? ഇന്നലെ രാവിലെയും പറഞ്ഞു ചെയ്തു തരാം. ഇവർക്ക് എന്താ ചെയ്തു തരാൻ പറ്റാത്ത അത്രയും വലിയ കാര്യങ്ങളാണോ ഇത്? അല്ലെങ്കിൽ ഒരു ജെനുവിൻ അല്ല എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ പറയട്ടെ, അല്ലേ? ഒരു സാധാരണ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ സംസാരിക്കുന്നത്. ഞങ്ങൾക്ക് അവരോട് എതിർക്കാനോ സംസാരിക്കാനോ അവരോട് ഏറ്റുമുട്ടാനോ ഉള്ള ഒന്നും ഞങ്ങൾക്കില്ല. ഞാൻ സാധാരണ ഒരു സ്ത്രീയാണ്. ഞാൻ സംസാരിക്കുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ 3 മക്കളുടെ ഭാവി എനിക്ക് സുരക്ഷിതമാക്കിയേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് നോട്ടീസുകൾ വരാൻ തുടങ്ങി, ഞങ്ങൾ ഡെയിലി ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. ഇതൊക്കെ ഓരോ ദിവസം ഓരോ ആൾക്കാരാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് ഞങ്ങൾക്കിതൊന്നും നേരിട്ട് ശീലമില്ലാത്ത കാര്യമാണ്. അപ്പം ഇതിനെന്തെങ്കിലും ഒരു ഇത് അവർ ചെയ്തു തന്നേ പറ്റുള്ളൂ. ഒന്നെങ്കിൽ അവർ ക്ലാരിറ്റി വരുത്തി തരണം, ക്ലാരിറ്റി വരുത്തി തന്നേ പറ്റുള്ളൂ. അതായത് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ എങ്ങനെ? ഞങ്ങൾ ക്യാഷ് ആയിട്ടല്ലല്ലോ ചോദിക്കുന്നത്. ഞങ്ങൾ ബാങ്കിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സുമാണ് അവർക്ക് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. ബാങ്കിലേക്കുള്ള കടങ്ങളും കാര്യങ്ങളാണ് ഞങ്ങൾ സംസാരിച്ചിരിക്കുന്നത്. ഈ അർബൻ ബാങ്ക് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ കയ്യിലുള്ള ബാങ്കാണ്. അതിനെന്തിനാണ് ഇത്ര അനാസ്ഥ? അതാണ് ഞാൻ ചോദിക്കുന്നുള്ളൂ. എൻ.എം. വിജയന്റെ മകൻ ഞങ്ങളോട് കൂടെ ഉണ്ട്, വിജേഷ്. അല്ലെ, എന്താണ് പറയാനുള്ളത്? അച്ഛൻ അന്ന് കൊടുത്ത കത്ത് അതിനെ അവർ ഗൗനിച്ചില്ല, രണ്ടാമത് നിങ്ങൾ കൊടുത്ത കത്ത് അതിനെയും പാർട്ടി ഗൗനിക്കുന്നില്ല എന്നുള്ള അവസ്ഥയിൽ എന്താണ് പറയാനുള്ളത്? ഗൗനിക്കില്ല പൂർണ്ണമായി ഞാൻ പറയുന്നില്ല, പക്ഷെ അവർ പറയുന്നത് വേറെ രീതിയിലാണ് പോകുന്നത്. അത് നല്ല രീതിയിലേക്ക് വരുന്നില്ല. ഇപ്പം കോടതി നടക്കമുള്ള കേസുകൾ എൻ്റെ അച്ഛൻ്റെ പേരിലുള്ള സ്വന്തം എൻ്റെ പേരിലേക്ക് മാറി കത്ത് വഴി വരാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ അപ്പച്ചൻ്റെ ഒരു കേസിലൊരു ചാക്കോ എന്ന പേരിലൊരു വ്യക്തിൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു. അതിപ്പം എന്നെ കക്ഷി ചേർക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നോട്ടീസ് വന്നിട്ടുണ്ട്.
അത് ഇതേ അതാണ് എൻ ഡി അപ്പച്ചനുമായിട്ടുള്ള പ്രശ്നം. എൻ ഡി അപ്പച്ചൻ അച്ഛൻ്റെ പേരിൽ ഒരു ചാക്കോ എന്നുള്ള പേരെ മുൻനിർത്തിയിട്ട് കടം ഇതാക്കുകയും അച്ഛനെ അയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരികയും ഞങ്ങളുടെ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഭാഗം ചാക്കോനെ കൊടുക്കുകയും അതിൽ ബത്തേരി കോടതിയിൽ കേസ് ഇട്ടു. അച്ഛൻ്റെ കത്തിൽ അച്ഛൻ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമാണത്. അതിപ്പം ചാക്കോ എന്ന് പറഞ്ഞ ആളെന്ത് ചെയ്തു, അച്ഛൻ മരിച്ചതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇത് ഹസ്ബൻഡിൻ്റെ പേരിലേക്ക് കേസ് ഇതാക്കുകയും കോടതിയിൽ നിന്ന് ആൾ വരികയും ഞങ്ങളത് ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. കടബാധ്യത കൂടാതെ കേസിനെയും നേരിടേണ്ടി വരും. അതെ അതെ അതെ, അതും ഞങ്ങളാണ് നേരിടുന്നത്. എന്താ പറയാനുള്ളത് കേസിനെ കുറിച്ച്? വീണ്ടും പുതിയ കേസുകൾ വരുന്നു. പുതിയ കേസുകൾ വരുന്നുണ്ട്. കാരണം നമുക്കതിനെപ്പറ്റി ഒരു ശീലമില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മളിനി മുന്നോട്ട് എന്ത് ചെയ്യുന്നുള്ളതിനെ പറ്റി അതൊരു വലിയൊരു ഇതിലാണ് പോകുന്നത്. ഇന്ന് പ്രിയങ്കയെ കാണുന്നതിനെ കുറിച്ച് കാണാൻ അനുമതി തന്നിട്ടില്ല. നമുക്ക് റോഡ് സൈഡിൽ നിന്നിട്ടാണെങ്കിലും കണ്ടിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. എന്തായാലും കാണൂല്ലേ? അവസാനമായിട്ട് ആ നിവേദനം കൊടുത്തിട്ടേ ഞങ്ങൾ പോകുള്ളൂ. നിവേദനത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾ ഈ ഇതുവരെയുള്ള ഒരു സ്റ്റേജ് തന്നെ ഇപ്പം ആദ്യം കൊടുത്തത് തന്നെ കടബാധ്യത അതിനെപ്പറ്റി സംബന്ധിച്ചിട്ടില്ല. പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷിക്കാതെ ഇപ്പോൾ വേറെ നിവൃത്തിയില്ലല്ലോ. ഇതാണ് ആതിര. ഇപ്പോഴും കുടുംബം തെരുവിലാണ് എന്ന് വേണം പറയാൻ. ഇത്രയേറെ പാർട്ടിക്ക് വേണ്ടി അധ്വാനിച്ച് പാർട്ടിക്ക് വേണ്ടി കടബാധ്യതകളൊക്കെ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി വന്ന കോൺഗ്രസിന്റെ നേതാവ് NM വിജയന്റെ കുടുംബത്തിന്റെ അവസ്ഥയാണിത്. ആതിര, ശരി, വ്യക്തമാണ് ജോഷ്ല. എന്തായാലും ആ കുടുംബം ആരംഭിച്ചതുപോലെ തന്നെ നിരവധി തവണ നേതാക്കളൊക്കെ വീട്ടിൽ വന്നിരുന്നു. അതിനുശേഷം ഈ കടബാധ്യതയെക്കുറിച്ചൊക്കെ പറയുമ്പോഴും ഞങ്ങളെ ഏറ്റെടുത്തോളം ഞങ്ങളിതെല്ലാം വീട്ടിക്കോളാം എന്നൊക്കെ പറഞ്ഞ് മോഹന വാഗ്ദാനങ്ങൾ നൽകി മടങ്ങിയതല്ലാതെ യാതൊരു തീർപ്പും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആ കുടുംബം ഇപ്പോൾ പറയുന്നത്. വയനാട് MP ആണ് പ്രിയങ്ക ഗാന്ധി. അതിനേക്കാൾ ഉപരി ഒരു വനിതയാണ്, ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ഈ മകളുടെ വിഷമം കാണാൻ കഴിയും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അതിനുവേണ്ടിയാണ് അവർ ഇവിടെ പുറത്ത് കാത്തു നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും കാണുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയാൻ സാധിക്കില്ല. കുറച്ചുകൂടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്ത മണിക്കൂറുകളിലൊക്കെ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം. ജോഷ്ലിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.